ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പോട്ട ഡിവൈൻ ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 40 വർഷത്തോളം കാലം ഈ ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും ഏതാണ്ട് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും പോട്ട ഡിവൈൻ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും മുഴുവൻ സമയവും തൻ്റെ ആരോഗ്യം, തൻ്റെ കഴിവുകൾ മുഴുവൻ പങ്കുവച്ച ഒരു വ്യക്തിയാണ് ബ്രദർ ജെയ്മി. അദ്ദേഹം ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഇതിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ആത്മാർത്ഥമായി വിശ്വസ്തയോടെ ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജെയ്മി ബ്രദറിൻ്റെ ഈ വേർപാട് ഏറെ വേദനാജനകവും നൊമ്പരപ്പെടുത്തുന്നൊരു കാര്യമാണ്. മാത്രമല്ല പോട്ട ഡിവൈൻ ശുശ്രൂഷയ്ക്ക് ഇത് വലിയൊരു നഷ്ടമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും നന്മയുടെ പദ്ധതി ഒരുക്കുന്ന ദൈവം, ആ ദൈവം ഈ വേർപാടിൻ്റെ വേദനയും നന്മയാക്കി മാറ്റും. ഇതാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം ഈ ശുശ്രൂഷയിലൂടെ ജനത്തിൻ്റെ മുമ്പിൽ കൊടുത്തതായ ഒരു ഉറപ്പ്. സ്നേഹമുള്ളവരെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ആത്മായ ശുശ്രൂഷകരിൽ വളരെ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ് ബ്രദർ ജെയ്മി. നാളുകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഗാന ശുശ്രൂഷകനായ ആൻ്റണി ഫെർണാണ്ടസ്, രാജേഷ് ചാക്യാർ, ഫ്രാൻസിസ് ഡിസൂസ, അതുപോലെ തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വചന ശുശ്രൂഷകനായ ബ്രദർ ജോയിക്കുട്ടി, ഇവരെല്ലാവരും ഇന്ന് സ്വർഗത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ശുശ്രൂഷ ആനന്ദത്തോടെ ദൈവത്തിൻ്റെ മുഖം കണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗീയ കൂട്ടായ്മയിലേക്കാണ് ബ്രദർ ജെയ്മിയെയും കർത്താവ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ 4 പേരെയും 4 ശുശ്രൂഷകരെയും എല്ലാ കാര്യങ്ങളിലും ചേർത്ത് പിടിക്കുകയും നയിക്കുകയും അതിൻ്റെ നേതൃത്വം വഹിക്കുകയും ചെയ്തിരുന്ന വ്യക്തി ബ്രദർ ജെയ്മി ആയിരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മലയാള ശുശ്രൂഷ ആരംഭിച്ച നാൾ മുതൽ അതിൻ്റെ സ്റ്റേജിലെ കോർഡിനേറ്ററായി എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരുന്നത് ബ്രദർ ജെയ്മിയാണ്. ജെയ്മി ഈ ശുശ്രൂഷയ്ക്കായി സ്റ്റേജിൽ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും യാതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മുഴുവൻ കാര്യങ്ങളിലും, അതിൻ്റെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഏറ്റവും ശ്രദ്ധയോടെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിയാണ് ബ്രദർ ജെയ്മി. അപ്പോൾ ആ ജെയ്മിയുടെ വേർപാട് വളരെയധികം വേദനാജനകമാണ് ഈ ധ്യാനമന്ദിരത്തിന്. അതുപോലെ തന്നെ പോട്ട ആശ്രമത്തിൽ അദ്ദേഹം വർഷങ്ങളോളം കാറ്റഗിസം അധ്യാപകനായി, ഇപ്പോൾ ആ കാറ്റഗിസൻ്റെ ഗഡ് മാസ്റ്ററായും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ജെയ്മിയെയാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. അദ്ദേഹം അതിരാവിലെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ 5:30 വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. അതിനുശേഷം മാത്രമേ സ്റ്റേജിൽ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് കയറാറുള്ളൂ. അത്രമാത്രം ദൈവഭക്തിയും ദിവ്യകാരുണ്യ ആരാധനയും പരിശുദ്ധ അമ്മയോടുള്ള ആ വാത്സല്യവും സ്നേഹവും ഭക്തിയും ജെയ്മിയുടെ സ്വഭാവത്തിൽ എടുത്തു പറയേണ്ട ഗുണങ്ങളാണ്. എപ്പോഴും ജപമാല കൈകളിലേന്തി ഓരോ ദിവസവും അനേകം ജപമാലകൾ ചൊല്ലി ധ്യാനത്തിന് വരുന്ന ജനത്തെ ജപമാല ഭക്തിയിൽ വളർത്തി, ഗാന ശുശ്രൂഷയിലും സ്തുതിപ്പ് ശുശ്രൂഷയിലും എല്ലാം ജനത്തെ വേണ്ട രീതിയിൽ ഒരുക്കി, ധ്യാനത്തിൻ്റെ മുഴുവൻ സമയവും ജെയ്മി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങൾ അത്രമാത്രം വലുതാണ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. അദ്ദേഹം
വൈദികരോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അടുപ്പവും അത് പ്രശംസനീയമാണ്. കാരണം അദ്ദേഹം ഓരോ വൈദികരൊത്തുള്ള ശുശ്രൂഷയാണ് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ സമയം. അങ്ങനെ ഏത് വൈദികർ മാറി വരുമ്പോഴും അവരെല്ലാം വൈദികരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരോട് എല്ലാ കാര്യത്തിലും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നല്ല ഒരു സ്വഭാവ ഗുണത്തിൻ്റെ ഉടമയാണ് ബ്രദർ ജെയ്മി. അതുപോലെ തന്നെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഈ തിരക്കിനിടയിലും അദ്ദേഹം അതിൽ കുറവ് വരുത്താതെ എപ്പോഴും ഈ ശുശ്രൂഷയുടെ ഇടയിൽ ഓടിച്ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജെയ്മിയുടെ ഇളയ മകൾ കൃപ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് നടത്തുന്നു. ഈ ഡയാലിസിസ് നടത്തുന്ന കാര്യങ്ങളിൽ ഈ ശുശ്രൂഷയുടെ ഇടയിൽ ജെയ്മി പോയി ആ കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഏതാണ്ട് കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് ഓരോ ആഴ്ചയിലും 2 പ്രാവശ്യം വീതം ഡയാലിസിസ് ചെയ്യുന്ന ജെയ്മി ആ ഡയാലിസിസിൻ്റെ യാതൊരു വിധത്തിലുള്ള ക്ഷീണമോ ബുദ്ധിമുട്ടോ കാണിക്കാതെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയിൽ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് മരിക്കണം എന്ന ആഗ്രഹം. അത് അദ്ദേഹത്തെ ഡയാലിസിസ് രോഗിയാക്കിയെങ്കിലും അതിൽ ജെയ്മിയുടെ മനസ്സ് മടുത്തില്ല. അദ്ദേഹം ശുശ്രൂഷ നിർത്തിയില്ല. അദ്ദേഹം ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച് വീട്ടിൽ ചെന്ന് പെട്ടെന്ന് അസ്വസ്ഥത അനുഭവപ്പെടുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും അങ്ങനെ ഉടനെ തന്നെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടറെ പരിശോധിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്ക് വളരെ കൂടുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ശുശ്രൂഷ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ആ കരങ്ങളിൽ കൊടുത്ത സന്തോഷ സ്നേഹ അനുഭവത്തിലാണ് സ്വർഗത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ആത്മായ ശുശ്രൂഷകരിൽ ഒരു കൂട്ടം സ്വർഗത്തിൽ ദൈവത്തിന് സ്തുതി പാടുന്ന ആ സ്വർഗീയ ആനന്ദത്തിൻ്റെ ഗണത്തിലേക്ക് ജെയ്മിയും ചേർന്നിരിക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും നഷ്ടം ഡിവൈൻ ധ്യാന കേന്ദ്ര ശുശ്രൂഷയ്ക്ക് വേദനാജനകമാണെങ്കിലും സ്വർഗത്തിൽ അവരൊന്നു ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആനന്ദിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ചൈതന്യവും പ്രഭയും അവരിലൂടെ ഈ ധ്യാനമന്ദിരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവം തുടർന്നും നൽകി അനുഗ്രഹിക്കും എന്ന വലിയൊരു പ്രത്യാശ, ആ വലിയ പ്രത്യാശ ജെയ്മിയുടെ വേർപാടിൻ്റെ ദുഃഖത്തെ ഞങ്ങൾക്ക് ആശ്വാസവും ശക്തിയും നൽകുന്നു. ദൈവം ജെയ്മി കഴിഞ്ഞ 40 വർഷത്തോളം ഈ പോട്ട ഡിവൈൻ ശുശ്രൂഷയിൽ ചേർന്ന് നിന്ന് കുട്ടികളെ മതാധ്യാപകൻ എന്ന രീതിയിൽ വേദോപദേശം പഠിപ്പിച്ച് അവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒരു ഭാവി തലമുറയെ വളർത്താൻ വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വചന ശുശ്രൂഷയിലൂടെ അനേകം ആത്മാക്കളെ നേടിയെടുത്ത് അനേകർക്ക് രക്ഷപ്രദാനം ചെയ്യാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണമായി പ്രവർത്തിച്ച ബ്രദർ ജെയ്മിക്ക് ദൈവം സ്വർഗരാജ്യം പൂർണ്ണമായും നൽകുമെന്ന ഉറപ്പ് നമുക്കുണ്ട്. അതിനാൽ തുടർന്ന് ജെയ്മിയുടെ മാധ്യസ്ഥം ഈ ശുശ്രൂഷയ്ക്ക് കൂടുതൽ കരുത്തും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ജെയ്മി ബ്രദറിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഡിവൈൻ പോട്ട ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകർക്കും ദൈവം ആശ്വാസവും ശക്തിയും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം ജെയ്മി ബ്രദറിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന ഓരോ മനുഷ്യ മനസ്സിനെയും തൊട്ട് ആശ്വസിപ്പിക്കട്ടെ. ആമേൻ.